1000 കൊന്നു, ദാവീദോ 10,000 എന്ന് പറഞ്ഞുകൊണ്ട് ദാവീദിനെ പുകഴ്ത്തിക്കൊണ്ട് രാജ്യം മുഴുവനും വിളിച്ചു പറഞ്ഞതിൻ്റെ കാരണമെന്തെന്നറിയാമോ? ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും കഷ്ടപ്പെട്ട് ആത്മാർത്ഥതയോടെ വേല ചെയ്തതാണ്. പ്രിയമക്കളെ, മാതാപിതാക്കളെ അനുസരിക്കുക. അവർ ഏൽപ്പിക്കുന്ന ജോലികൾ നിങ്ങൾ ചെയ്യണം. മാതാപിതാക്കളെ, നിങ്ങൾ ഉത്തരവാദിത്തമുള്ളവരായി ജീവിക്കുക. അതുപോലെ തന്നെ ചെറുപ്പം മുതൽ തന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ആത്മീയതയിൽ, ദൈവഭക്തിയിൽ വളർത്തുക. ഈശായി 7 മക്കളെ വളർത്തി, എന്നാൽ 7 പേരും ഒന്നുമില്ലാതെ പോയി. എന്നാൽ ഒരു മാതാവ്, തള്ളപ്പെട്ട് കിടന്ന ആ മാതാവ് തൻ്റെ മകനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചു. ആ മകനെ ദൈവത്തിനു വേണ്ടി സമർപ്പിച്ച് വളർത്തി. അവസാനം രാജ്യത്തെ ഭരിക്കുന്ന രാജാവായി ദൈവം അവനെ ഉയർത്തി. ശമൂവേൽ വന്നിട്ട് പറയുകയാണ്, ഏറ്റവും ഒടുവിലത്തെ മകനെ വിളിപ്പിക്കുക. അതനുസരിച്ച് ഏറ്റവും ഇളയവനെ, ഒടുവിലത്തവനെ വിളിപ്പിക്കുവാൻ ഇടയായി. ദാവീദ് വേഗം ഓടി വീട്ടിലേക്ക് വരികയാണ്. എന്താണ് മോനെ, എന്താണ് സംഭവിച്ചത്? എന്താണ് നീ പെട്ടെന്ന് ഇങ്ങോട്ട് ഓടി വരാൻ ഇടയായത്? അപ്പൻ വേഗം വരാൻ വേണ്ടി അറിയിപ്പ് കൊടുത്തയച്ചിരിക്കുകയാണ്. എന്തുപറ്റി? അത്രയ്ക്ക് അർജന്റ് എന്താണ്? ശമൂവേൽ പ്രവാചകൻ വന്നു. ശമൂവേൽ പ്രവാചകൻ എന്തിനാണ് നമ്മുടെ വീട്ടിൽ വന്നത്? അമ്മേ, കാരണം എന്താണെന്ന് എനിക്കറിയില്ല. വേഗം വരുവാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അമ്മ പറയുകയാണ്, നീ ഒരുങ്ങിപ്പോകൂ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയും അവനോടൊപ്പം ആ വീട്ടിലേക്ക് വന്നു. എന്നാൽ അമ്മ അകത്ത് കയറാതെ പുറത്തു തന്നെ മാറി നിന്നു. ദാവീദ് അകത്തേക്ക് കടന്നു വന്നപ്പോൾ ശമൂവേൽ ദാവീദിനെ കണ്ടപ്പോൾ ബൈബിളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നുണ്ട്, ദാവീദ് അഴകുള്ളവനായിരുന്നു, കോമള രൂപിയായിരുന്നു, നല്ല കണ്ണുകൾ ഉള്ളവനായ ദാവീദ്. ദാവീദ് ആ വീട്ടിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ ദൈവം ശമൂവേലിനോട് പറഞ്ഞു, ഞാൻ തിരഞ്ഞെടുത്തവൻ ഇവനാണ്. ദാവീദ് കയ്യിലിരുന്ന കൊമ്പെടുത്ത് അതിലെ തൈലം ദാവീദിന്റെ തലമേലൊഴിച്ചു. രാജ്യത്തെ ഭരിക്കുവാനായി ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന രാജാവ് ഇവനാണ്. രാജാവായി ഞാനിവനെ അഭിഷേകം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ കൊമ്പിലെ തൈലം അവൻ്റെ തലമേലൊഴിക്കുന്ന സമയത്ത് പിറകിൽ നിന്ന് ഉറക്കിയൊരു ശബ്ദം കേൾക്കുന്നു, ഒരു സ്ത്രീയുടെ ശബ്ദം. എന്താണെന്നറിയാമോ? തള്ളപ്പെട്ടതായ കല്ല് മൂലക്കല്ലായി മാറിയിരിക്കുന്നു. എൻ്റെ ദൈവം ജീവനുള്ള ദൈവമാണ് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ആ വാക്കുകൾ ദാവീദ് തൻ്റെ സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നുവെന്ന് പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നുണ്ട്. ആ മാതാവ് തൻ്റെ മകന് ഏകദേശം 16-17 വയസ്സോളം കണ്ണിലെ കൃഷ്ണമണി പോലെ ലോകം മുഴുവനും നിന്ദിക്കുകയും അപമാനിക്കുകയും ചെയ്യുമ്പോഴും സ്നേഹത്തോടുകൂടി, ആദരവോടുകൂടി, കരുണയോടുകൂടി തൻ്റെ കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് ആ സമയത്തിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ആ മാതാവ് മകനെ വളർത്തിയത് ദൈവം കണ്ടു. ദാവീദിന്റെ വിശ്വസ്തതയെ ദൈവം കണ്ടു. അതുകൊണ്ട് ശരിയായ തക്ക സമയത്ത് ദാവീദിനെ രാജാവായിട്ട് ദൈവം ഉയർത്തി. പ്രിയ സഹോദരാ, സഹോദരി, നിന്നെ മനുഷ്യർ വകവയ്ക്കുന്നില്ലായിരിക്കാം, ചുറ്റുപാടുമുള്ളവർ നിന്നെ അറിയുന്നില്ലായിരിക്കാം, നിന്നെ നിന്ദിക്കുകയും അപമാനിക്കുകയും ചെയ്തേക്കാം. എന്നാൽ നീ എൻ്റെ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ സത്യസന്ധതയോടെ, നീതിയോടെ ജീവിക്കുകയാണെങ്കിൽ താമസിയാതെ ദൈവം നിന്നെ ഉയർത്തുന്ന ദിവസം വരികയാണ്. പ്രിയ സഹോദരാ, പ്രിയ സഹോദരി, മനുഷ്യൻ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലാക്കി ദൈവം മാറ്റി. ഇന്നു നീ തള്ളപ്പെട്ട് കിടക്കുകയാണോ? മനുഷ്യനാൽ നിന്ന അനുഭവിക്കുകയാണോ? നിന്റെ ആളുകൾ തന്നെ നിനക്കെതിരായി നിന്ന് സംസാരിക്കുകയാണോ? തെറ്റിദ്ധരിക്കുകയാണോ? നിന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? നീ ആകുലപ്പെടേണ്ട, ഭാരപ്പെടേണ്ട, പേടിക്കേണ്ടതില്ല. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് വിശ്വാസത്തോടെ നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉറച്ചു നിൽക്കുക. നിന്റെ വിശുദ്ധിയെ നീ കാക്കുക, നിന്റെ വ്യക്തിത്വത്തെ കാക്കുക. നിന്റെ ദൈവം നിന്നെ കാണുന്നുണ്ട്. നീ അനുഭവിക്കുന്ന അപമാനങ്ങളും നിന്ദകളും അതുപോലെ നിന്റെ കഷ്ടതയും കണ്ണുനീരുമെല്ലാം അവൻ കാണുന്നുണ്ട്. ഒരിക്കലും നീണ്ട കാലം ഈ കഷ്ടതയും കണ്ണുനീരും നീ അനുഭവിക്കുവാനിടയാകില്ല. അങ്ങനെ ചെയ്യുവാൻ എൻ്റെ ദൈവം മതിയായവനാണ്. ദാവീദിനെപ്പോലെ വിശ്വസ്തയോടെ, സത്യസന്ധതയോടെ നിങ്ങൾ ജീവിക്കുക. നല്ല ദിവസങ്ങൾ കർത്താവ് നിനക്ക് നൽകും എന്ന വിശ്വാസമുണ്ടെങ്കിൽ മുഴങ്കാൽ മടക്കി കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ ഇപ്പോൾ പ്രാർത്ഥിക്കാമോ? മഹാപരിശുദ്ധനായ സ്നേഹവാനായ പിതാവേ,
ദാവീദിന്റെ ജീവിതത്തിൽ സംഭവിച്ചതായ കാര്യങ്ങൾ, അതിൻ്റെ പിന്നിലുണ്ടായിരിക്കുന്നതായ സംഭവങ്ങൾ, ഇവയെക്കുറിച്ച് ഞങ്ങൾ ഇന്ന് കേൾക്കുവാനിടയായി. ദാവീദിന്റെ മാതാവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതായ കാര്യങ്ങൾ എത്രത്തോളം വാസ്തവമാണെന്ന് ഞങ്ങൾക്കറിയില്ല. എന്നാൽ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായ വചനങ്ങൾ, അതിനെ സംബന്ധിച്ച് മറ്റ് പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നതായ കാര്യങ്ങൾ സൂക്ഷിച്ച് പഠിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ ഇവയെല്ലാം സത്യമാണെന്ന് മനസ്സിലാക്കുന്നു. എന്തുതന്നെയായാലും ഒരു കാര്യം സത്യമാണ്: ദാവീദ് ഒരുപാട് തള്ളപ്പെടൽ അനുഭവിച്ചവനാണ്. ദാവീദ് ഒരുപാട് താഴ്ത്തിക്കെട്ടൽ അനുഭവിച്ചു. ദാവീദ് ഒരു വേലക്കാരനെ പോലെ, ഒരു അടിമയെപ്പോലെ ജീവിക്കുവാനിടയായി. അത് വളരെ വാസ്തവമായ കാര്യമാണ്. എന്നാൽ ആ ഇളയവൻ, അവൻ ഇളയവനാണെന്ന് പറഞ്ഞുകൊണ്ട് അവനെ മാറ്റി നിർത്തി. അവനെ ആടുകളെ മേയ്പ്പാൻ വേണ്ടി അയച്ചു. അവൻ്റെ പിതാവും തൻ്റെ മകൻ വലിയവനാകണം, രാജാവാകണമെന്ന് ആഗ്രഹിച്ചില്ല. എന്നാൽ ദൈവമേ, നീ ആഗ്രഹിച്ചിരുന്നു. അമ്മ മറന്നാലും അപ്പൻ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ലെന്ന് പറഞ്ഞവനായ ദൈവമാണ്. നീ മാത്രം ദാവീദിനെ മറന്നുപോയില്ല. അതുകൊണ്ട് കർത്താവ്, ഈ സമയത്ത് ഞങ്ങളുടെ ഇടയിൽ ആരൊക്കെയാണോ ദാവീദിനെപ്പോലെ നിന്ദയും അപമാനങ്ങളുമൊക്കെ അനുഭവിക്കുന്നത്, കഷ്ടങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിരിക്കുമ്പോഴും അനുസരണയോടുകൂടി, ദൈവഭയത്തോടുകൂടി ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നത്, ദൈവഭയത്തോടെ ജീവിക്കുന്നത്, അങ്ങനെയുള്ള ആളുകളെ നീ ദർശിക്കണമേ. നിന്റെ ദൃഷ്ടി വയ്ക്കണമേ. അവരുടെ കഷ്ടതയിൽ നിന്ന് വിടുവിക്കണമേ. അലസതയിൽ നിന്നും അമിത ഉറക്കത്തിൽ നിന്നുമൊക്കെ കർത്താവെ ഞങ്ങളെ വിടുവിച്ച്, കർത്താവെ, നിന്റെ ദൃഷ്ടിയിൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ചുറുചുറുക്കുള്ളവരായി, ആത്മീയതയുള്ളവരായി, കർത്താവെ, ദൈവഭയമുള്ളവരായിട്ട്, മാതാപിതാക്കൾക്ക് കൊള്ളാവുന്ന കുഞ്ഞുങ്ങളായിട്ട്, അനുസരണമുള്ളവരായിട്ട് വളരുവാൻ നീ അവരെ സഹായിക്കണമേ. എല്ലാവരുടെ മേലും ദൈവത്തിന്റെ കൃപ ധാരാളമായി പകരണമേ. നല്ല ദിവസങ്ങൾ വരുന്നു. നീതിയോടെ നിഷ്കളങ്കതയോടെ ജീവിക്കുന്നവരെ ദൈവം ഉയർത്തുന്ന ദിനങ്ങൾ വരുവാൻ പോകുന്നു. അങ്ങനെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.